പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഭരണം മാറി. യുഡിഎഫിൻ്റെ ഭരണം വന്നു. സത്യപ്രതിജ്ഞ ചെയ്തു. അധികാരമേറ്റെടുത്തു. മന്ത്രിസഭാ വികസനം നടന്നു. അതോടൊപ്പം തന്നെ സമരങ്ങളുടെ ഘോഷയാത്രയും പ്രചരണങ്ങളുടെയും, അത് നുണയോ സത്യമോ ഏതായാലും പ്രചരണങ്ങളും കൊടുത്തു. അതിൽ 1, 2 കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമതായി സമരം. ഭരണം ഏറ്റെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രബല സംഘടനയുടെ വനിതാ സംഘടന ഒരു സമരം നടത്തുകയുണ്ടായി. കെഎസ്ആർടിസിയിൽ എല്ലാ വനിതകൾക്കും സ്ത്രീകൾക്കും ഫ്രീ ആയിരിക്കണം, സൗജന്യമായിരിക്കണം യാത്ര എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സമരം. ഇനി അടുത്തത് സമരമല്ല, പാൽ വില കൂട്ടിയതുമായിട്ടുള്ള ഒരു വിഷയമാണ്. സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. പാൽ വില 6 രൂപ വർദ്ധിപ്പിച്ചു. അത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ് എന്നുള്ള രീതിയിലാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. കാരണം പാൽ വില കൂട്ടിയത് ഈ ഗവൺമെൻറ് അല്ല. അത് അതിൻ്റെ ഡയറക്റ്റ് ബോർഡാണ് 1. ഇനി 2, അത് മുൻപ് തീരുമാനിച്ചിട്ടുള്ള തീരുമാനമാണ്. വന്ന് 3-ാമത്തെ ദിവസം പാൽ വില കൂട്ടിയതല്ല. ഇനി അടുത്ത ഒരു പ്രശ്നം പറയുന്നത് ലൈഫ് മിഷൻ നിർത്തലാക്കി എന്നാണ്. ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്നത് കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, അത് ഏത് സർക്കാരാണെങ്കിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയാണ്. ആ പദ്ധതി നിർത്തലാക്കാൻ കഴിയില്ല. പക്ഷേ ആ പദ്ധതികൾക്ക് പേരിടുന്നത് വേണമെങ്കിൽ മാറി വരുന്ന മന്ത്രിസഭകൾക്ക് മാറ്റാവുന്നതാണ്. അത് കഴിഞ്ഞ ഗവൺമെൻറ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി എന്നാണ് ആക്കിയതെങ്കിലും ഇപ്പോൾ വന്ന മന്ത്രിസഭയ്ക്ക് പേര് വേണമെങ്കിൽ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി എന്നുള്ളത് മാറ്റാം. എങ്കിലും ആ സ്കീം നിർത്തലാക്കാൻ കഴിയില്ല. പകുതി പൈസ കൊടുത്തവരുണ്ട്, മുഴുവൻ പൈസ കൊടുത്തവരും ഉണ്ടാവും, ഇനി കൊടുക്കാനുള്ളവരും ഉണ്ടാവും, എഗ്രിമെൻ്റ് വെക്കാനുള്ള ആളുകളും ഉണ്ടാവും ലിസ്റ്റിൽ. അതുകൊണ്ട് ആ പദ്ധതി നിർത്തലാക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്ന EMS ഭവന പദ്ധതി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നിർത്തലാക്കി എന്നായിരുന്നു പ്രചരണം. പക്ഷെ നിർത്തലാക്കിയതല്ല. EMS ഭവന നിർമ്മാണ പദ്ധതി ലിസ്റ്റിൽ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ള എല്ലാവർക്കും പൈസ കൊടുക്കുന്നവരെ ആ സ്കീം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പുതിയ ഭവന നിർമ്മാണ പദ്ധതി തുടങ്ങിയത്. അതുപോലെ തന്നെ ആയിരിക്കും ഇതും. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ള എല്ലാവർക്കും പൈസ മുഴുവനും ലഭിക്കും, അവരുടെ വീട് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക്. പക്ഷേ അടുത്ത വരുന്ന ഭവന നിർമ്മാണ പദ്ധതികൾ പേര് മാറ്റാം. അത് ഭരണകർത്താക്കളുടെ ഉചിതം പോലെ അവർക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭവന നിർമ്മാണ പദ്ധതി നിർത്തലാക്കാൻ കഴിയില്ല. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എറണാകുളത്ത് കുന്നത്ത് നാട്ടിലെ SC ഉന്നതിയിലുണ്ടായ പോലീസ് അതിക്രമം. ആ പോലീസ് അതിക്രമം നടന്നത് 59 കൊല്ലം മുമ്പ് കൊടുത്ത കേസിൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം കയ്യേറി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒഴിപ്പിക്കണം എന്നുള്ള ഒരു വിഷയമായിരുന്നു. അതുകൊണ്ട് ഈ ചെയ്ത പ്രവൃത്തി, പോലീസിൻ്റെ പ്രവൃത്തി നല്ലതോ നിയമപരമാണോ എന്നുള്ളതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ അതിൽ പുതിയ ഭരണസമിതിക്ക് അല്ലെങ്കിൽ പുതിയ ഭരണകൂടത്തിനോ ഒരു അറിവും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിൽ ഇടപെടേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അറിഞ്ഞ അവസ്ഥയ്ക്ക് ഇപ്പോഴുള്ള ആഭ്യന്തരമന്ത്രി അതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. നിർത്തിവെക്കാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് രാഷ്ട്രീയമാകും. ഞാൻ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇത് അറിവിലേക്കായിട്ട് ഞാൻ സമർപ്പിച്ചതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇനിയുള്ള നാളുകളിൽ സമരത്തിൻ്റെ മുഖങ്ങളായിരിക്കും എന്ന് ഓരോരുത്തരും പ്രതീക്ഷിക്കണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
നന്ദി.